ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിന് 52 കോടിയുടെ ബഡ്ജറ്റ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ബഡ്ജറ്റ് ഊന്നൽ നൽകിയിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് പുഷ്പമ്മ ബോസ് മാത്യു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, മൃഗസംരക്ഷണം, ഭിന്നശേഷി, വയോജനക്ഷേമം എന്നിവയ്ക്കാണ് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പട്ടികജാതി വികസനം, സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത്, റോഡ് വികസനം, പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം എന്നിവയും ബജറ്റ് ലക്ഷ്യമിടുന്നു. 52 കോടി 1,93,992 രൂപയും 52 കോടി 1,93,992 രൂപ വരവും 50 കോടി 88,74,157 രൂപ ചെലവും 1 കോടി 13,19,835 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പമ്മ ബോസ് മാത്യു അവതരിപ്പിച്ചത്. 47 കോടി 17,07,498 രൂപ വരവും ചെലവ് 50 കോടി 88,74,157 രൂപ ചിലവും നീക്ക് ബാക്കി 1 കോടി 13,19,835 രൂപയുമാണ് പ്രതീക്ഷിച്ച് നമ്മൾ ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഹാപ്പിനെസ് പാർക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾക്ക്, വിദേശ രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള യുവാക്കൾക്ക് പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഒരു കാർബൺ ന്യൂട്രൽ ഫേസ് ആക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. പഞ്ചായത്തിൻ്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി പുഷ്പമ്മ ബോസ് മാത്യു അവതരിപ്പിച്ചു. സമസ്ത മേഖലകളും സർവതല സ്പർശിയായ ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. കാർഷിക മേഖലയിൽ, ഉൽപാദന മേഖലയിലും വലിയ തുക വിവിധ പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി രമേശ് കുമാർ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കറ്റാനം.